കിഴങ്ങൂർ ലിറ്റിൽ ലൂർദ് മിഷൻ ആശുപത്രിയിൽ 100 റോബോട്ടിക് മുട്ടുമാറ്റ ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കിയതിൻ്റെ ആഘോഷം നടന്നു. സെഞ്ചൂറിയൻ റോബോട്ടിക്സ് ആഘോഷം ലിറ്റിൽ ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗ് ഓഡിറ്റോറിയത്തിൽ നടന്നു. കോട്ടയം അതിരൂപത മെത്രാപ്പോലീത്ത മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. അന്ന് മന്ത്രിമാർ എന്നോട് പറഞ്ഞു, ഫിനാൻഷ്യലായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ്, എങ്കിലും ഇത് നന്മ ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് എന്ന് പറഞ്ഞു. ഒരു ശതാബ്ദി 100 മുട്ടുമാറ്റിയൊക്കെ ശസ്ത്രക്രിയ നടത്തുവാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കിടങ്ങൂര് കൊച്ചിലൂർ ആശുപത്രിയിൽ ഈ ആധുനിക ചികിത്സാ സംവിധാനം ഇത്രയും ഫലപ്രദമായിട്ട് നടത്തുവാനും അതിൻ്റെ വിവരം കേട്ടറിഞ്ഞ് വന്ന ആളുകൾക്ക് അതിന് നന്മ പകർന്നു കൊടുക്കുവാനും സാധിച്ചു എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. പെട്ടെന്ന് ഇങ്ങനെ 100 ശസ്ത്രക്രിയ നടത്തുവാനായിട്ട് സാധിച്ചതിൻ്റെ പിന്നിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ ജിജോയുടെ പ്രത്യേകമായിട്ടുള്ള ദൈവാനുഗ്രഹപ്രദമായ ഇടപെടലുണ്ട്. ലിറ്റിൽ ലൂർദ് മിഷൻ ആശുപത്രി മെഡിക്കൽ കൗൺസിലർ റവറൻഡ് സിസ്റ്റർ സെൽബി അധ്യക്ഷയായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും കാർഡിയോ തെറാസിക് ആൻഡ് വാസ്കുലർ സർജനുമായ ഡോക്ടർ ജയകുമാർ ടി കെ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഏറ്റവും ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമായിരിക്കും ഇത്. നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത ഒരു പേഷ്യൻ്റ്, അതും മുട്ടിന് വേദനയ്ക്ക് നടക്കാൻ വയ്യാതിരുന്ന ഒരാളെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടന്ന് ഈസിയായി സ്റ്റെപ്പ് ഇവിടെ കയറി ഇവിടെ വന്ന് സന്തോഷമായിട്ട് വാങ്ങിച്ച് ഒറ്റയ്ക്ക് നടന്ന് തിരിച്ചിറങ്ങി പോകുന്നു. മേ ബി ഡോക്ടർ ജിജോയെ സംബന്ധിച്ചോളം ഏറ്റവും അഭിമാനമുള്ള സിനിമാ താരം മീനാക്ഷി അനൂപ് വിശിഷ്ടാതിഥിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വരാറുള്ള ആളാണ്. ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിലും പറയുന്ന കാര്യമാണ്, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ശേഷം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ ഡോക്ടേഴ്സാണ്. കാരണം അവരുടെ നന്നായിട്ട് നോക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. നമ്മളെല്ലാവരും ഓരോ തരത്തിൽ പല കാര്യങ്ങളും വിശ്വസിച്ച് പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് മനുഷ്യന്മാരിലും അവർ ചെയ്യുന്ന അവരുടെ ഒരു എബിലിറ്റിയിലുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. അങ്ങനെ എൻ്റെ ഏറ്റവും ചെറുപ്പത്തിലത്തെ ആഗ്രഹം ഒരു ഡോക്ടറാണെന്നായിരുന്നു. കാരണം ഇത്തരം ഒരു എബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുക ഒരുപാട് പേർക്ക് അവരെ പോലും അറിയാതെ ഇത്രയും പ്രിയപ്പെട്ട ആൾക്കാരാവാന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ്. പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ഫീൽഡ് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. ഞാൻ അതിൻ്റെ കൂടെ ഇത് പഠിക്കാൻ തന്നാൽ അതുമില്ല ഇതുമില്ലാത്ത അവസ്ഥയായി പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഫീൽഡ് നോക്കിയിരുന്നില്ല. പക്ഷേ എനിക്ക് അന്നും ഇന്നും ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനാ നൃത്തത്തോടെ ആരംഭിച്ച ചടങ്ങിൽ ഡയറക്ടർ റവറൻഡ് സിസ്റ്റർ സുനിത സ്വാഗത പ്രഭാഷണം നടത്തി. ലാമ്പ് ലൈറ്റനിങ്ങിന് ശേഷം വിവിധ കലാപരിപാടികളും കേക്ക് മുറിക്കലും നടന്നു. മുഖ്യപ്രഭാഷണം നടത്തിയ ഡോക്ടർ ടി കെ ജയകുമാർ റോബോട്ടിക് ശസ്ത്രക്രിയകൾ ഓർത്തോപീഡിക് ചികിത്സാരംഗത്ത് സൃഷ്ടിക്കുന്ന കൃത്യതയും രോഗികൾക്ക് ലഭിക്കുന്ന വേഗത്തിലുള്ള സുഖപ്രാപ്തിയും വിശദീകരിച്ചു. പരിപാടിയിൽ ആശുപത്രിയിലെ ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും ആദരിച്ചു. ഡോക്ടർ സിസ്റ്റർ ലത ആശംസാ പ്രസംഗം നടത്തി. ഓർത്തോപീഡിക് വിഭാഗം മേധാവി ഡോക്ടർ ജിജോ ജോസ് നന്ദി രേഖപ്പെടുത്തി. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മികച്ച ചികിത്സ നൽകുന്ന ലിറ്റിൽ ലൂർദ് മിഷൻ ആശുപത്രിയുടെ ആരോഗ്യ സേവന രംഗത്തെ മറ്റൊരു സുപ്രധാന നേട്ടമായി മാറുകയാണ് 100 റോബോട്ടിക് മുട്ടുമാറ്റ ശസ്ത്രക്രിയകളുടെ പൂർത്തീകരണം.